ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 21. ഏകദേശം ദിവസങ്ങൾ എണ്ണുന്നു നമ്മൾ ഈ ഒരു വർഷത്തോട് വിട പറയാനായിട്ട്. ക്രിസ്മസ് ഇങ്ങടുത്തു. എല്ലാവരും സത്യം പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ചു, എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള പ്രവാസികളും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വർഷാവസാനത്തിൽ ഈ 2024 ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന വർഷമാണ് 2024. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച വർഷം എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. സേഫ് സോൺ. എൻ്റെ ലൈഫ് വളരെ സേഫായി ഞാൻ നിൽക്കുന്ന ഒരു സമയം. ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വർഷത്തിൽ ഞാൻ പഠിച്ച 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത് നിങ്ങൾക്കും ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നേക്കാം. 1, സേവ് യുവർ മണി. നിങ്ങളുടെ പൈസ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ വാല്യൂ കൊടുക്കുക, മൂല്യം കൊടുക്കുക. അതിനെ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. വേറെ ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സേവ് ചെയ്യുക. കാരണം ഈ ലോകത്ത് നമുക്ക് ആരും വെറുതെ തരാത്തത് പൈസ മാത്രമാണ്. സ്നേഹം വാരിക്കോരി എല്ലാവരും തരും, കുറ്റപ്പെടുത്തൽ വാരിക്കോരി എല്ലാവരും തരും, ഉപദേശങ്ങളും വാരിക്കോരി എല്ലാവരും തരും. പക്ഷേ നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദയനീയമായിട്ട് തല കുനിഞ്ഞ് നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. അത് പൈസയുടെ കാര്യത്തിലാണ്. അത് എന്നെ ജീവിതം പഠിപ്പിച്ച വർഷമാണ് 2024. പെണ്ണുങ്ങളുടെ വിലയും പണത്തിൻ്റെ വിലയും ത്രാസിൽ അവർ നോക്കിയപ്പോൾ അവർ കണ്ടത് പണത്തിനാണ് മൂല്യം. എന്നോട് നിനക്കിത് തരാൻ പറ്റുമോ എന്നുള്ള വിശ്വാസമില്ലായ്മയുടെ പുറത്താണ് എനിക്ക് പലരും എന്നെ സഹായിക്കാതെ പോയത്. സോ സേവ് യുവർ മണി. 2, നിങ്ങളെ ആര് സ്നേഹിക്കുന്നോ അവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക. ലവ് ഹൂ ലവ്സ് യു. നമ്മളെ ആര് സ്നേഹിക്കുന്നോ അവരെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതേസമയം നമ്മളെ ആരാണോ സ്നേഹിക്കുന്നത്, നമ്മളെ ആരാണോ പരിഗണിക്കുന്നത്, നമ്മളെ ആരാണോ ചേർത്ത് പിടിക്കുന്നത്, നമ്മുടെ പോരായ്മകളിൽ സാരമില്ലടോ എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഒരു സപ്പോർട്ട്, നമ്മൾ വീണു പോകുമ്പോൾ ഒരു കൈത്താങ്ങ് തരുന്നത് ആരാണോ അവരെ സ്നേഹിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അതും എന്നെ ഈ 2024 പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. ഒരു തിരിച്ചറിവിൻ്റെ വർഷം എന്ന് ഞാൻ 2024 പറയും. കാരണം എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു അജ്ഞാതമായ ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ സഹായിക്കുന്നവരൊക്കെ എന്നെയും തിരിച്ച് സഹായിക്കും, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ എന്നുള്ള ഒരു മിഥ്യാധാരണയായിരുന്നു എനിക്ക്. പക്ഷേ ആ ധാരണകളൊക്കെ മിഥ്യയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റാണ് 2024. സോ 2024 കടന്നു പോകുമ്പോൾ എന്നെ പഠിപ്പിച്ച 2ാമത്തെ പാഠം ലവ് ഹൂ ലവ്സ് യു. സ്നേഹിക്കുക. നിങ്ങളെ ആര് സ്നേഹിക്കുന്നോ അവരെ തിരിച്ച് സ്നേഹിക്കുക. 3ാമത്തെ കാര്യം, ട്രസ്റ്റ് നോബഡി, ട്രസ്റ്റ് യുവർ സെൽഫ്. ആരെയും കണ്ണുംപൊട്ടി വിശ്വസിക്കരുത്, നിങ്ങളെ മാത്രം വിശ്വസിക്കുക. കാരണം ഈ ലോകത്ത് നിങ്ങളെ വിശ്വസിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കത്തില്ല, നമ്മളെ വിശ്വസിക്കത്തില്ല, നമ്മളെ സ്നേഹിക്കത്തില്ല, നമ്മളെ പരിഗണിക്കത്തില്ല. എല്ലാവരെയും അളക്കുന്ന അളവ് പോലും പണം തന്നെയാണ്. നമ്മൾ എത്ര സ്നേഹം വാരിക്കോരി കൊടുത്താലും ആരും തിരിച്ച് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതിലൊരു ശതമാനം പോലും നമുക്ക് തിരിച്ചു തരത്തില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനം പണം തന്നെയാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, സേവ് യുവർ മണി. നിങ്ങൾ ജോലി ചെയ്യുന്നത് 1000 രൂപ ആയിക്കോട്ടെ, 100 രൂപ ആയിക്കോട്ടെ, പൈസയുടെ വലിപ്പത്തിലല്ല കാര്യം, അതിൽ വരുന്ന പൂജ്യങ്ങളുടെ എണ്ണത്തിലുമല്ല കാര്യം. നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസ നിങ്ങൾ സേവ് ചെയ്യുക. ദെൻ ലവ് ഹൂ ലവ്സ് യു. സ്നേഹിക്കുക. നിങ്ങളെ ആര് സ്നേഹിക്കുന്നോ അവരെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ സ്നേഹിക്കത്തില്ല ഫ്രണ്ട്സ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമാണത്. ഞാൻ ഒരുപാടൊന്നും സ്നേഹിച്ചിട്ടില്ല. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, പിന്നെ എൻ്റെ ചുറ്റുമുള്ള കുറേ മനുഷ്യരെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരിൽ നിന്നെല്ലാം കിട്ടിയത് വളരെ തിക്താനുഭവങ്ങളാണ്. എന്നും ഓർക്കാൻ നല്ല നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് അവർ സമ്മാനിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവരോടൊന്നും സത്യം പറഞ്ഞാൽ വെറുപ്പോ ദേഷ്യമില്ല. പക്ഷേ എങ്കിലും എല്ലാ ബന്ധങ്ങളിലും ഞാനൊരു സ്വകാര്യത പുലർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ ശ്രമിക്കുന്നു.
എല്ലാ ബന്ധങ്ങളിലും ഒരു ഗ്യാപ്പ് നിലനിർത്തുന്നത് നല്ലതാണ്. നമുക്ക് നമ്മളേ ഉള്ളൂ, എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇന്ന് ഇവിടെ കൂടെ നിർത്തിയേക്കുന്നത്. ദെൻ ട്രസ്റ്റ് നോബഡി. ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മുടെ മനസ്സ് നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യുക. കാരണം നമ്മുടെ മനസ്സും മനസാക്ഷിയും മാത്രമേ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ മനസാക്ഷി ഒരിക്കലും നമ്മളോട് കള്ളത്തരം ചെയ്യാൻ പറയത്തില്ല, മോശം പറയാൻ പറയത്തില്ല. വേറെ ആരുടെയും വാക്ക് കേൾക്കണ്ട. നമ്മളെ വിശ്വസിക്കുക, നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരാൻ പോകുന്ന വലിയ വിപത്തുകളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോകാം. ഇതാണ് 2024 എനിക്ക് സമ്മാനിച്ച കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെ പറയത്തില്ല, ദൈവം നമ്മൾ ഓരോരുത്തർക്കും ഓരോ വഴിത്തിരിവുണ്ടാക്കുമെന്ന്. അതേ കണക്ക് ദൈവം എനിക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന വർഷമായിരുന്നു 2024. എല്ലാവരെയും മനസ്സിലാക്കാനും ഒറ്റയ്ക്ക് ഉണ്ടാവും, ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണം എന്നുള്ള തിരിച്ചറിവിലേക്ക് തന്നെ കൊണ്ടുവന്ന വർഷമാണ് 2024. എന്നും സ്വർണ്ണ ലിപികളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ താളിൽ ഞാൻ എഴുതി സൂക്ഷിക്കുന്ന വർഷമാണ് 2024. ഈ ഒരു വർഷം എനിക്ക് സമ്മാനിച്ച ദൈവത്തോടും അതേസമയം എന്നെ സാമ്പത്തികമായി സഹായിച്ചവരെയും എന്നെ വിശ്വസിക്കാൻ തയ്യാറായവരെയും എന്നെ സ്നേഹിച്ചവരെയും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു.